കൊടുക്കാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കാരണം വരുമ്പോഴല്ലേ നമുക്ക് ഇൻട്രോ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ വിഷു, പിന്നെ ഇപ്പൊ അമ്പാടി അഭിനയിച്ചൊക്കെ തുടങ്ങിയപ്പം അമ്പാടി ഞാനും കൂടെ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും എന്നാ ചെയ്യാം, പിന്നെ അപ്പൂന്റെ വിളിയാണല്ലോ. ശരിക്കും അത് നമുക്ക് ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചേച്ചി മറ്റേ സാരി ഒക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് ആ ഒരു ശാലീന സൗന്ദര്യമുള്ള മുഖമാണ് പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പൊ ചേച്ചിയുടെ വിഷു ഓർമ്മകൾ എന്തൊക്കെയാ? എന്റെ വിഷു ഓർമ്മകള്, ഞങ്ങള് നാട്ടില് എന്റെ അമ്മയുടെ വീട് വടവാതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വടവാതൂർ. അത് കോട്ടയത്ത് നമ്മുടെ കഞ്ഞിക്കുഴിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അമ്മയുടെ വീട്ടില് 6 മക്കളാ. അപ്പൊ 6 മക്കൾക്ക് മക്കളെല്ലാം 2 പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ വിഷുവിന് നമ്മൾ രാവിലെ വീട്ടിൽ അമ്മ രാവിലെ കണി ഒരുക്കി, നമ്മൾ അമ്മ തന്നെ കണ്ണില് നമ്മൾ പൊത്തി നമ്മളെ വിഷുക്കണി കാണിച്ച് നമുക്ക് അപ്പൊ തന്നെ വിഷുക്കണി കിടന്ന് അച്ഛനും അമ്മയും തരും. എന്നിട്ട് നേരെ പോയി കിടന്നുറങ്ങും. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ വീട്ടിലേക്കാ പോകുന്നത്. അത് വടവാതൂർ ചെല്ലുമ്പോൾ ഈ പിള്ളേര് മുഴുവനുണ്ട്. വിഷുവിനും ഓണത്തിനൊക്കെ എല്ലാവരും അങ്ങനെ കൂടുന്നത്. അവിടെ പോകുന്ന വേറൊന്നിനുമല്ല, ഇത്രയും പേരുണ്ടല്ലോ, മാമന്മാരും അമ്മായിമാരും ചിറ്റയും ചിറ്റപ്പനും എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരുടെ കയ്യിൽ നിന്നും നമുക്ക് വിഷുക്കൈനീട്ടം കിട്ടും. പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ വീടുകളുണ്ട്, അവിടുന്നൊക്കെ വിഷുക്കൈനീട്ടം കിട്ടും. ഇപ്പൊ അന്നത്തെ കാലത്താണെങ്കിലും ഞങ്ങളൊക്കെ നമ്മുടെ വീടിന് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടല്ലോ, രാവിലെ ഒരു കാര്യമില്ലാതെ അപ്പുറത്തെ വീട്ടില് ചേച്ചി എന്നെ ഉണ്ട് വിശേഷം, ഒരു കാര്യമില്ലാതെ അതുവഴിയൊക്കെ ഒന്ന് കയറി ഇറങ്ങി ആര് വീട്ടിൽ വന്നാലും ആ സമയത്ത് നമ്മൾ കൈനീട്ടം കൊടുത്തു വിടുമല്ലോ. അപ്പൊ അങ്ങനെ വിഷു കൈനീട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തില് കിട്ടുന്ന ഒരു വലിയൊരു എമൗണ്ട്. അത് ഒക്കെ 10-20 അല്ലെങ്കിൽ ഒരു കുറെ ചില്ലറ പൈസ ഒക്കെയാണ്. നിങ്ങളുടെ മോനുമാമനുണ്ട്, മാമൻ മറഫിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അവിടുന്ന് കുറേ ചില്ലറകൾ കൊണ്ടുവരും. അപ്പൊ നമ്മൾ പിള്ളേരല്ലേ, പിള്ളേരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ ഒരു പിടി എടുത്താണ് തരിക, എല്ലാവർക്കും ഒരു പിടിയാ. അപ്പൊ അതിരുന്ന് എണ്ണും. അപ്പൊ അത് നോക്കുമ്പോ ഇത്രയും ചില്ലറ ഉണ്ടാവുമല്ലോ. എണ്ണി വരുമ്പോ 20-25 രൂപയെ കാണുള്ളൂ. പക്ഷെ എന്നാലും അന്ന് നമുക്കത് ഭയങ്കര നിധിയാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഒരു പേഴ്സും വിഷുവിന് മുന്നേ പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും എടുത്തു വെക്കാൻ വേണ്ടിട്ട്. പക്ഷെ അത് ലാസ്റ്റ് അമ്മ തന്നെ കൊണ്ടുപോകും. അത് സ്ഥിരമാണ്. എന്റെ ഒരു ഓർമ്മ അതാ. പിന്നെ അമ്പുച്ചൻ വന്നതിന് ശേഷമുള്ള വിഷു എല്ലാം പിന്നെ എന്റെ അമ്മയച്ഛനൊക്കെ പോയതിനു ശേഷം പിന്നെ അമ്പാടിക്ക് വേണ്ടിട്ടാ പിന്നെ ഞാൻ കണിയൊരുക്കുന്നത്. അത് അവൻ പറയും, അവനറിയാം നന്നായിട്ട്. എടാ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കായിരിക്കും. നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് ചേച്ചിനെ വിളിച്ചു, നമ്മുടെ ക്രിസ്മസിന് ചേച്ചിനെ വിളിച്ചു. ഇതിലൊന്നും നമുക്ക് ചേച്ചിനെ കിട്ടിയില്ല. നമുക്ക് അവസാനം ഇപ്പൊ വിഷുവിനാണ് കിട്ടിയത്. അത് നമുക്ക് അമ്പൂച്ചന്റെ കൂടെ കിട്ടി. ശരിക്കും നമ്മുടെ അമ്പൂച്ചന്റെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു നമുക്ക് ഇന്റർവ്യൂ കിട്ടാണ്ടിരുന്ന ഇത്ര നാൾ. അമ്പൂച്ച അമ്പാടിയുടെ ഡേറ്റ് ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അമ്പൂച്ചന്റെ ഡേറ്റ് ഇല്ലാത്തോണ്ടായിരുന്നോ? ചക്കരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പ് വിഷു ഒക്കെ ആഘോഷിക്കാറില്ലേ? എന്തൊക്കെയുണ്ട് വിഷു വിശേഷങ്ങളൊക്കെ? കൈനീട്ടൊക്കെ തരാറുണ്ടോ അവിടെ ചക്കര? പറഞ്ഞോ. നമ്മുടെ വീട്ടിലെ വിഷു എങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയാ വിഷു? അമ്മ എന്നോട് സർപ്രൈസ് ആയിട്ട് വിഷുവിൽ തന്നിട്ടുള്ള എന്തോന്നെങ്കിൽ കണിക്കൊന്ന അമ്മ ഒരുക്കും. രാത്രി ആവുമ്പത്തേനും എന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് എന്നെ കണ്ണടച്ച് കൊണ്ടുവരുമ്പോ തുറക്കുമ്പോ വിഷു കണി ഒരുക്കി വെക്കും. കണിയൊക്കെ ഒരുക്കി വെക്കും അല്ലേ? അല്ല, അവന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതിനു മുന്നേ പോയത് നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നും ഇവൻ മിണ്ടണേ ഇല്ല. അപ്പൊ ഞാൻ 100 വട്ടം പറഞ്ഞു, അന്നത്തെ പോലെ ആടരുത്, നീ നന്നായിട്ട് സംസാരിക്കണം. കാരണം അല്ലാത്തപ്പോഴത്തേക്കിനും ഇത്രയും നാക്ക്. എന്റെ മോനല്ലേ കുറെ. ഞാൻ ആലോചിച്ചേ. കൊച്ചു സംസാരിച്ചോടാ, ഒരു കുഴപ്പമില്ല കേട്ടാ. ചേച്ചിനോട് പറഞ്ഞ പോലെ പറഞ്ഞോ. ഓക്കെ? പേടിയുണ്ടാടാ? അഭിനയിക്കാനൊന്നും പേടിയില്ല, നല്ല സ്മാർട്ടാ. എന്ത് സ്മാർട്ടായിട്ട് അഭിനയിക്കണേ? നമ്മുടെ സുഭദ്രത്തിന്റെ വിശേഷങ്ങളൊക്കെ പറ. അങ്ങനെയൊന്നുമില്ല. സീരിയലാണോ അതോ പഠിക്കാനോ സ്കൂളിൽ പോകാനാണോ ഏതോ കൊച്ചിന് കുറച്ചും കൂടി ഇഷ്ടം? സീരിയൽ. ഞാൻ വിചാരിച്ചു പഠിക്കാൻ പോയ കൊച്ചിന് താല്പര്യം അതാവുമ്പോ അവിടെ പോയി ഇരുന്നാ മതിയല്ലോ. പറയില്ലല്ലോ. ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യത്തില്ലേ അപ്പൊ? ലൊക്കേഷനില് ചെറുതായതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമാണ്. പിന്നെ രാവിലെ 6:30 വണ്ടി വരും. അപ്പൊ ഇവൻ അതിനൊന്നും പ്രശ്നമല്ല. 5:45 കഴിയുമ്പോൾ ആള് എണീറ്റ് കുളിച്ച് റെഡിയായി വരുമ്പത് 11 മണിക്ക് ആകുമ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ ഷൂട്ടിങ്ങിന് പോവാൻ ഭയങ്കര ഇഷ്ടം. ഈ സാധനം നേരെ സ്കൂളിലെ കാര്യത്തിലായിരുന്നെങ്കിൽ 7 മണി മുതൽ അമ്പാടി സ്കൂളിൽ പോവാൻ വിളിക്കുക. അത് വെച്ചാൽ എന്റെ കാര്യം എന്ന് വെച്ചാൽ മറ്റേതൊരു എന്റർടൈൻമെന്റ് തന്നെയല്ലേ. ആദ്യമൊക്കെ ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഷൂട്ടിങ്ങിന് ചെന്നിട്ട് എന്നോട് ഫസ്റ്റ് സീൻ കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് പറയും, അമ്മ
ഇതിലും നല്ലത് സ്കൂളാണ്, നമുക്ക് വീട്ടിൽ പോയാലോ. പറ്റില്ല എന്ന് പറഞ്ഞു മടുത്തായിരുന്നോ കുഞ്ഞിന് അല്ല, അവനെ ഈ പ്രോംപ്റ്റ് ചെയ്യുന്നത് കിട്ടണില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിയായി. പിന്നെ ഇങ്ങോട്ട് ആള് ഉഷാറായി. ഡോക്ടർ ജനാർദ്ദൻ സാറിന്റെ സീരിയൽ. അതേസമയം കുറെ നാളുകളായി വീണയും മകനും ഒറ്റയ്ക്കാണ് താമസം. ആദ്യ ഭർത്താവായ RJ അമനുമായി വിവാഹബന്ധം വേർപെടുത്തിയ വീണ പിന്നീട് സന്തോഷപൂർവ്വം തന്നെ തന്റെ മകനൊപ്പം ജീവിതം ആഘോഷിക്കുന്നതിന്റെ വീഡിയോകളൊക്കെ പുറത്തുവിടാറുണ്ട്. മകനൊപ്പം സന്തോഷത്തിൽ തന്നെയാണ് വീണ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി വീണ സജീവമാണ്. RJ അമനുമായി വിവാഹബന്ധം വേർപെടുത്തിയതിന് കാരണം ബിഗ് ബോസ് ആണ് എന്ന വലിയ രീതിയിൽ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ അല്ല അതിന് കാരണമെന്ന് വീണ പറഞ്ഞിരുന്നു. ബിഗ് ബോസിൽ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ട് ഭാര്യയെ വേണ്ടെന്ന് വെക്കാൻ മാത്രം മോശമായ ആളല്ല അമനെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുമോ? നമ്മൾ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ സ്വപ്നം കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്? പിന്നെ അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുന്നത് നമ്മുടെ തലയിലെടുത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ ലൈഫിൽ വേണ്ടെന്ന് വയ്ക്കുന്ന തീരുമാനത്തിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം മാനസികമായി വിഷമിച്ചിട്ടുകൂടിയായിരിക്കും ആ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത്, നിന്റെ കരച്ചിലൊക്കെ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളതല്ലേ, നീ അന്ന് കുറെ കാണിച്ചു കൂട്ടിയതിന്റെ അല്ലേ ഇപ്പൊ അനുഭവിക്കുന്നേ എന്നേ പറയൂ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ്. എന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? ബിഗ് ബോസ് കാരണമല്ല എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയൊരു തെറ്റിദ്ധാരണ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട്. ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാതാക്കി. ഇല്ല, ബിഗ് ബോസ് അല്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല, എന്റെ അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല, അയാളൊരു ജെന്റിൽമാൻ ആണ്. അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം കണ്ണൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ അത്ര വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നുമല്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളെ വേറെ തന്നെയായിരുന്നു. ബിഗ് ബോസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു, നീ എന്തുകൊണ്ട് ഇത്രയും വിഷമമുണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല? ഇതാണ് ചോദിച്ചത്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമായി വന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ആദ്യം മുതലേ ഉള്ള പല കാര്യങ്ങളും ആയിരിക്കില്ലല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വലിയ വിഷമമായി മാറുന്നത്. കണ്ണനെ ഇപ്പോഴും അത്ര ഇഷ്ടമാണ്, ഒരു ദേഷ്യവുമില്ല. ഭാര്യ ഭർത്താക്കന്മാരെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിനും എന്നോട് അങ്ങനെ തന്നെയാണ്. വെറുപ്പോ ദേഷ്യമോ ഇല്ല എന്നാണ് വീണ പറഞ്ഞത്. അമനും പിന്നീട് രണ്ടാമത് തന്റെ ഏറ്റവും വലിയ സുഹൃത്തിനെ, വളരെ നാളെ ലിവിംഗ് ടുഗദറിൽ കഴിയുന്ന സുഹൃത്തിനെ തന്നെ വിവാഹം